ശ്രീ MS വേണുഗോപാൽ, ഈ ചർച്ച ആരംഭിക്കുമ്പോൾ രാജ്യം തന്നെ ഒരു തയ്യാറെടുപ്പിൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് മോക്ക് ഡ്രിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പല തന്ത്രപ്രധാനമായ ഭാഗങ്ങളിലും ഇത്തരം പരിശീലനം പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ഇതിനു മുമ്പ് ഇന്ത്യ വാർ സമയത്താണ് ഇത്തരത്തിലൊക്കെയുള്ള പരിശീലനം നൽകിയിരുന്നത്. അതിനുശേഷം ഇങ്ങനെ ഒരു തയ്യാറെടുപ്പിന് കേന്ദ്രം നിർദ്ദേശം നൽകുന്നത് ആദ്യമായിട്ടാണ്. അതിൽ നിന്ന് എന്തോ ഒരു തയ്യാറെടുപ്പുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ ഒരു രാജ്യം സൂക്ഷിക്കേണ്ട രഹസ്യ സ്വഭാവം ഇപ്പോഴും നിലനിർത്തുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ ഭാരതം. താങ്കൾക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ വിദേശകാര്യ നയതന്ത്രത്തിലേക്ക് ഞാൻ പോകുന്നതിന് മുമ്പ് ഇപ്പോഴത്തെ ഒരു നീക്കത്തിൽ നിന്ന്? ഇപ്പോഴത്തെ ഒരു നീക്കം തീർച്ചയായിട്ടും പാകിസ്ഥാനെ വിറളി പിടിപ്പിച്ചിരിക്കുകയാണ്. കാരണം അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല നമ്മൾ ഇത്ര വലിയ ഒരു സന്നാഹവുമായി ഒരു സമാനമായ ഒരു സാഹചര്യത്തിലേക്ക് പോകുമെന്ന്. അവർ വിചാരിച്ചത് ഒരു ബാലക്കോട്ട് അല്ലെങ്കിൽ ഒരു 2 ബാലക്കോട്ട്, അതിൽ കവിഞ്ഞ ഒരു പ്രതീക്ഷ അവർക്കില്ലായിരുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവിടുന്ന് പോകുന്ന വിമാനങ്ങളെ ഏതെങ്കിലുമൊക്കെ അടിച്ചിടുകയോ എന്നൊക്കെ ചെയ്തുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളാണ് ജയിച്ചതെന്ന് പറഞ്ഞു നിൽക്കാമെന്ന് വിചാരിച്ചെടുത്ത് നിന്ന് വളരെയധികം മാറിപ്പോയി ഇന്ത്യയുടെ ഇത്തവണത്തെ നീക്കങ്ങൾ. അത് പ്രത്യേകിച്ച് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ വിദേശകാര്യമന്ത്രി ജയശങ്കറുമൊക്കെ നടത്തി വന്നിരുന്ന ഒരു 10 വർഷത്തെ ഡിപ്ലോമസി കൂടെ ചേർന്നപ്പോൾ ഇന്ത്യക്ക് അപാരമായൊരു ശക്തി ഇന്ന് കൈവന്നിട്ടുണ്ട്. അത് പ്രധാനമായും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജലം, ധനം കൊണ്ടവരെ ഞെരുക്കുന്നത് ഒക്കെ നടന്നെങ്കിലും ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് പാകിസ്ഥാന് കൊടുത്തില്ലെങ്കിൽ പാകിസ്ഥാൻ പാഠം പഠിക്കില്ല എന്ന് ഇന്ത്യക്ക് ബോധ്യമായിരിക്കുന്നു. അതുപോലെ തന്നെ ഇന്ത്യ പഴയ ഇന്ത്യ അല്ല, ഇന്ത്യ കരുത്തുള്ള ഒരു 4ാം യുദ്ധസജ്ജമായൊരു ശക്തിയാണ് എന്നുകൂടി പാകിസ്ഥാൻ അറിയാം. എങ്കിലും പാകിസ്ഥാനെ ഒന്ന് ചെറുതായി കൊട്ടിക്കൊണ്ട് അറിയിക്കണം, ഒരു ചെറു ഞോട് കൊടുത്തുകൊണ്ട് അറിയിക്കണം എന്ന് ഇന്ത്യ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലും ABC, BBC അടക്കമുള്ള പ്രധാനപ്പെട്ട മീഡിയകളിലുമൊക്കെ നടക്കുന്ന സംഭാഷണം. ഈ സംഭാഷണം നടക്കുമ്പോഴും ഇന്ത്യ അങ്ങനെ പോകരുതെന്നും പറഞ്ഞുകൊണ്ട് UN-ൽ ശ്രീ ഗുട്ടറസ് അടക്കമുള്ളവർ, അത് പ്രധാനമായി അദ്ദേഹത്തിനെ പറയുന്നത് പാകിസ്ഥാൻ്റെ ഒരു കളിപ്പാവ എന്നാണ്. അപ്പം അദ്ദേഹം മാത്രമേ ഉള്ളൂ ഇത്തരത്തിലൊരു ഇന്ത്യ സംയമനം പാലിക്കണമെന്നും ശാന്തി എന്നുള്ള മുദ്രാവാക്യമൊക്കെ അദ്ദേഹം മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അദ്ദേഹത്തിന് പോലും പറയേണ്ടി വന്നു, പാകിസ്ഥാൻ വെറും സാധാരണക്കാരായ ജനങ്ങളെ, ടൂറിസ്റ്റുകളായി വന്നവരെ 26 പേരെ വെടിവെച്ച് വീഴ്ത്തിയ സംഭവം ലോക മനസാക്ഷിക്ക് പോലും നിരക്കാത്തതാണ്, നിങ്ങളിത് ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം. ഇതിൽ എല്ലാത്തിൽ നിന്നും മനസ്സിലാക്കുന്നത് ഇന്ന് വരുന്ന വേറൊരു ഡെവലപ്മെൻറ്റ്, കുവൈറ്റ്, അത് പാകിസ്ഥാനെ ഞെട്ടിച്ചളഞ്ഞു. കുവൈറ്റ് പരസ്യമായിട്ട് ഇന്ത്യക്ക് സപ്പോർട്ട് പറഞ്ഞിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ പാകിസ്ഥാൻ ചെയ്ത് ശരിയായില്ല, ഇന്ത്യക്ക്, അതായത് ഒരുപക്ഷെ ഈ ഗൾഫ് രാജ്യങ്ങൾ അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളുടെയൊക്കെ പിന്തുണ വരുമ്പോഴും കുവൈറ്റ് അതിൽ നിന്ന് മാറി നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുണ്ടാകണം. തീർച്ചയായിട്ടും. അപ്പം അതിന് പോലും ഇപ്പോൾ പറ്റാത്ത അവസ്ഥയായിരുന്നു. അതുപോലെ തന്നെ ഇറാൻ പഴയ ഒരു വീര്യം കാണിക്കുന്നില്ല. ഇപ്പം തുർക്കി മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ, പിന്നെ പുറകിൽ കൂടെ ചൈനയുടെ ഒരു കളിയും നടക്കുന്നുണ്ട്. പക്ഷേ ചൈന നേരിട്ട് രംഗത്തിറങ്ങുന്നത് വളരെ അപൂർവമായിരിക്കും എന്ന് പാകിസ്ഥാന് തന്നെ അറിയാം. അത് പാകിസ്ഥാനെ, പക്ഷേ ഈ ചൈനയുടെ അംബാസിഡർ വളരെ കൃത്യമായി പിന്തുണ നൽകിയിട്ടുണ്ട്. പാകിസ്ഥാന്റെ പരമാധികാരത്തിന്മേൽ കടന്നു കയറരുത്, അത് സംരക്ഷിക്കുവാനുള്ള അവരുടെ ഉത്തരവാദിത്വത്തെ പിന്തുണയ്ക്കുന്നു എന്ന നിലപാടാണ് ചൈന സ്വീകരിച്ചിട്ടുള്ളത്. അവിടുത്തെ ജനങ്ങൾ ഇന്ന് പാകിസ്ഥാന്റെ റോഡ് പദ്ധതിയുമായി നിൽക്കുന്നവരെ, അവിടെ എയർപോർട്ട് പണിയാൻ നിൽക്കുന്നവരെയൊക്കെ എടുത്തിട്ട് കൊട്ടുകയാണ്. ബലൂചിസ്ഥാനിൽ തലയ്ക്ക് കൊട്ടുകൊടുക്കുകയാണ്. ആ അവസ്ഥയിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത്. അപ്പോൾ പാകിസ്ഥാൻ്റെ മണ്ണിൽ ചൈനയ്ക്ക് നിൽക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അവിടുത്തെ ലോക്കൽ പബ്ലിക് പോലും അതിന് അനുകൂലമല്ല എന്ന് ചൈനയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. UN സെക്യൂരിറ്റി കൗൺസിൽ പോലും ചൈന പാകിസ്ഥാന് 100% സപ്പോർട്ടാണെങ്കിൽ പോലും ഞെരങ്ങി മൂളി പറഞ്ഞത് ഇൻഫിൽട്രേഷൻ, സബോട്ടേജ് ഇതൊന്നും ആരും നടത്തുന്നത് അത്ര ശരിയല്ല എന്നാണ്. അപ്പോൾ ആ വിധത്തിലെങ്കിലും ഒക്കെ
ഞെക്കി മൂളി പറയേണ്ട അവസ്ഥ വന്നു. കാരണം ഈ പാകിസ്ഥാനും ചൈനയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ 15-അംഗ കൗൺസിലിൽ എന്തെങ്കിലും അവർക്ക് അനുകൂലമായിട്ട് പറയാനായിട്ടുണ്ടായിരുന്നത്. അതിൽ പോലും പാകിസ്ഥാന് പൂർണ്ണമായും നീതി പുലർത്തി ചൈനയ്ക്ക് പോകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ ഷാബു പ്രസാദ്